അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അവരവരുടെ അളവിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അയമോദകമാണ്. അയമോദകം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മുറുക്കിലൊക്കെ ചേർക്കില്ലേ, നല്ലൊരു മണവും നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അയമോദകം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതുപോലെ കയ്യിൽ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തിരുമ്മി വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഈ അയമോദകം നല്ലൊരു മണമാണ്, മണത്തിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അത് മാത്രമല്ല നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. 1/2 ടീസ്പൂൺ ഉലുവയില ഉണക്കിപ്പൊടിച്ചാണ്, കസൂരി മേത്തി, അത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഇത് ഒന്ന് ഇതുപോലെ തിരുമ്മി പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അതിന് ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ചെറിയ ഒരു രീതിയിൽ ഒന്ന് കൈ വെച്ചോ സ്പൂൺ വെച്ചോ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. സാധാരണ പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുത്താൽ മതി. എനിക്കിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. നന്നായിട്ട് ഒന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കാം. അപ്പം നല്ലതുപോലെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ ഇതാ ഒന്ന് കുഴച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ഇതായിട്ടുണ്ട്. ഇനി നമ്മൾ റവയൊക്കെ ചേർത്തതുകൊണ്ട് ഈ മാവ് ഡ്രൈ ആയി പോവും. ഇപ്പോൾ ഡ്രൈ ആയി പോകാൻ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. കുറച്ച് സമയം ഈ മാവൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം എന്ന് പറയുമ്പോൾ വലിയ ജീരകമാണ്, ചെറിയ ജീരകമല്ല. ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി നല്ലൊരു മണം വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത വലിയ ജീരകത്തിൻ്റെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറി നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സമയം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 വലിയ സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഇനി ഈ സവാള ഒന്ന് വാടി കിട്ടുന്നതിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കാം. സവാളയൊക്കെ വാടി ഒരു ഗോൾഡൻ നിറമൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സവാളയൊക്കെ ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി, 2 പച്ചമുളക്, 2-3 കറിവേപ്പില, അതുപോലെ തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ്. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ചതച്ചെടുത്തതാണ്. എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 1 എണ്ണം എടുത്താൽ മതിയാകും. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ചതച്ചതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ നേരത്തെ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മല്ലിപ്പൊടി ചേർക്കുന്നില്ല.
പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറി കിട്ടുന്നവരെ ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. തികച്ചും ഓപ്ഷനിലാണ് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ടൊമാറ്റോ സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഈ പഞ്ചസാരയോ ടൊമാറ്റോ സോസോ ചേർത്ത് കൊടുക്കുന്ന സമയം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഫില്ലിങ്ങിന്. അപ്പോൾ കൂടുതലൊന്നും വേണ്ട, 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ നമ്മൾ സോസും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിപ്പോൾ ഒരു കുഴഞ്ഞ പരുവത്തിനല്ലേ ഇരിക്കുന്നത്. ഇത് നല്ലോണം ഒന്ന് ഡ്രൈ ആയി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ കടലമാവും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. കടലപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് എല്ലാം ഒന്ന് ഡ്രൈ ആയി കിട്ടും. ഇപ്പോൾ കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സവാളയെല്ലാം ഒന്ന് ഡ്രൈ ആയി കിട്ടി. ഇനി ലാസ്റ്റിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള മല്ലിയില ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടല്ലേ, ചെറുതായിട്ട് ഇതിൻ്റെ ചൂടൊന്ന് മാറട്ടെ. നമ്മൾ ഫില്ലിങ് തയ്യാറാക്കി എടുത്ത സമയം മാത്രമേ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. അപ്പോൾ മാവ് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റായി. ഇനി ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. ബാക്കിയിരിക്കുന്ന മാവും ഇതുപോലെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇനി നമ്മൾ ഉരുട്ടിയെടുത്ത ഒരു ഉരുള മാവ് എടുക്കുക. ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് പരത്തിയെടുക്കുക. നമ്മൾ പൂരിക്കൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഈ ഒരു കനത്തിൽ വേണം പരത്തിയെടുക്കാൻ. ഒരുപാട് കനം കുറഞ്ഞു പോകരുത്. ചെറിയൊരു കനത്തിലും നമ്മൾ പൂരിക്കൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ തയ്യാറാക്കിയ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ടേബിൾ സ്പൂൺ ഫില്ലിങ്ങിൻ്റെ നടുവിൽ വെക്കാം. ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നമ്മൾ ചുരുക്കി ചുരുക്കി മടക്കിയെടുക്കുക. ഫുള്ളായിട്ടങ്ങ് മടക്കി ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഒന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം ചെയ്തിട്ടെടുക്കാൻ. ഇതിൻ്റെ നടുവിലായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ്. മുട്ട ഇഷ്ടമല്ലാത്തവർക്ക് നേരത്തെ ചെയ്തതുപോലെ സവാളയുടെ ഫില്ലിംഗ് മാത്രം വെച്ചിട്ട് ചെയ്തിട്ട് എടുത്താൽ മതിയാവും. ഒരു മുട്ട 4ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ചെടുക്കുക. ഇവിടെ കൊണ്ട് നടുഭാഗത്ത് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കൈവച്ച് ഒന്ന് പ്രസ് ചെയ്യുക. ഒന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മുട്ട വേണമെന്നുണ്ടെങ്കിൽ മുട്ട വെച്ചിട്ട് ചെയ്തിട്ടെടുക്കാം. മുട്ട ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഫില്ലിങ് തയ്യാറാക്കിയില്ലേ, അത് മാത്രം സവാളയുടെ ഫില്ലിങ് മാത്രം വെച്ചിട്ട് ചെയ്തിട്ടെടുക്കാം. ബാക്കിയിരിക്കുന്ന മാവും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പൊ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ അത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇതിന് പകരം നിങ്ങൾക്ക് ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ആവിയേറ്റി അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. ഒരു വശം ഒന്ന് മൊരിഞ്ഞു വരട്ടെ. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. കുറച്ച് എണ്ണയിൽ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഇതിൻ്റെ പുറത്ത് ഇതുപോലെ എണ്ണ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞു വരട്ടെ. ഒരു വശം ഒരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചു മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒട്ടും എണ്ണയിൽ നിന്നും കുടിക്കില്ല. അപ്പോൾ ബാക്കിയിരിക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഒക്കെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, പുറത്ത് നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റും ആണ്.
ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. അപ്പം ഇത് നമ്മൾ മുട്ട വെച്ചിട്ടുള്ള സ്നാക്സ് ആണ്. ഉള്ളിൽ നമ്മൾ മുട്ട വെച്ചിട്ട് ചെയ്തിട്ടെടുത്തതാണ്. അപ്പം നമ്മൾ പപ്സൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് ഇതിനുണ്ടാവുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് നമ്മൾ സവാളയുടെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുത്ത സ്നാക്സ് ആണ്. ഇതൊക്കെ ഉണ്ടല്ലോ, എല്ലാ അടിപൊളി ടേസ്റ്റാണ്. നല്ല ചൂടാണ്, ചൂടോടുകൂടിയാണ് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്